ഈ വീടിന്റെ കിടപ്പ് കാണുമ്പോ നിങ്ങൾ വിചാരിക്കും ഇന്നലത്തെ കാറ്റത്തും മഴയത്തും വീണാണെന്ന്. അല്ല, എന്റെ പൊന്നു ചേച്ചി, അല്ല എന്റെ പൊന്ന് അസീസണ്ണ, അതല്ലെണ്ണ സത്യം. ഇന്നലെ രാത്രി ചെറുതായിട്ടൊരു മഴ പെയ്ത്. അന്നേരം ഓടിന്റെ ഇടയ്ക്കൂടെ ഒരു തുള്ളി വെള്ളം എന്റെ കുഞ്ഞിന്റെ മുഖത്ത് വന്നൊന്ന് വീണ്. ഒരു കീറ ഓല വെച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളായിരുന്നു. അന്നേരം എൻ്റെ അണ്ണൻ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞ്, എടി നീ രാവിലെ ആരെങ്കിലും വിളിച്ച് ആ ഓടൊന്ന് മാറാൻ പറഞ്ഞു. അതിനുവേണ്ടി ഞാൻ വിളിച്ചു വരുത്തിയ എൻ്റെ ആങ്ങളെ വന്നിട്ട് ഓട് മാറേണ്ടതിന് പകരം വീട് പൊളിച്ചിട്ടേക്ക് നീ ഞാൻ പിന്നെ എന്താ ചെയ്യൂടാ? നിന്നോട് ആര് പറഞ്ഞ കഴുക്കോലെ പിടിച്ച് വലിക്കാൻ? കഴുക്കോലെ പിടിച്ച് വലിച്ചതല്ലെന്ന് ഞാനിപ്പോ പറഞ്ഞു. ഇത് ഉത്തരം മുട്ടി നിൽക്കുന്ന വീടാണ്. എടാ, അങ്ങാരി ഇങ്ങോട്ട് വരുമ്പോണ്ടല്ലോ ഞാൻ എന്തോ ഉത്തരം പറയൂടാ. ചേച്ചി എന്തിനാ ഉത്തരം പറയാൻ നിൽക്കുന്നേ? ഇവിടെ ഈ വീടിന്റെ 5-6 ഉത്തരം കിടക്കൂല്ലോ. ഏതായാലും ഒരെണ്ണം എടാ, അതാണാ ഞാൻ പറഞ്ഞേ. ഞാൻ എന്തോ സമാധാനം പറയുന്ന നിന്നോട്. ചേച്ചി സമാധാനം പറയേണ്ട കാര്യമില്ലെന്ന്. അളിയൻ വന്നിത് കാണുമ്പോ തന്നെ അളിയന്റെ സമാധാനം പോകും. ഞാൻ പൊക്കോട്ടെ. നീ എങ്ങ പോണേ? നീ ഇവിടെ നിന്നാ. ചേച്ചി ഒരു കാര്യം ചേച്ചി അളിയനെ വിളിച്ചു പറ, നമ്മുടെ ഓച്ചറയിലെ നമ്മുടെ വല്യമ്മ മരിച്ചു പോയി, അളിയൻ അങ്ങോട്ട് പൊക്കോ, ചേച്ചി അങ്ങോട്ട് വന്നേക്കാന്ന് പറ. എന്നിട്ട് പിന്നെ പ്രത്യേകിച്ച് പറയണം, ഒലകുളി അടിയും തുറന്ന് 41 എല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ മതി. അപ്പോഴത്തേക്കും ഞാൻ നീ ആരെയും വിളിച്ച് ഈ വീട് ഞാൻ ശരിയാക്കി ചിടാൻ. ചേച്ചി ഈ മുടിഞ്ഞ കാലം പറയുന്നത് കേട്ടോ. ഓച്ചറയിലെ മരിക്കാത്ത ഞങ്ങളുടെ അമ്മായിമ്മ മരിച്ചു പോയെന്നാ പറയുന്നത്. അങ്ങനെ പറയാൻ പറ്റത്തില്ല. പറയാൻ പറ്റത്തില്ല. എന്നാ പിന്നെ ഒരു കാര്യം കുറച്ച് താമസിച്ച് വരാൻ പറയാൻ പറ്റുമോ? താമസിച്ച് വരാമെന്ന് പറഞ്ഞാൽ കുറച്ചേരം ഞാൻ അണ്ണോട് പറയാം, ഇച്ചിരി താമസിച്ച് വരാൻ പറയാം. എന്നാലും എത്ര സമയം എടുക്കും? സമയമോ? സമയമല്ല, പിന്നെ ഒരു 4 മാസമെങ്കിലും കഴിയാതെ വരാൻ പറ്റത്തില്ലെന്ന് പറ. 4 മാസമോ? എന്തുവാടാ ഈ പറഞ്ഞേ? എന്റെ പച്ചക്കറി മേടിക്കാൻ പോയി അങ്ങനോട് ഞാൻ 4 മാസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. ചേച്ചി അങ്ങനാന്നെ പിന്നെ അളിയനെ വിശ്വസിക്കുന്ന ഒരു കള്ളം അടിച്ചങ്ങ് വിടാം. എന്നാ അത് കുഴപ്പമില്ലായിരിക്കും. എന്താ എന്റെ കൂടെ കട്ടക്ക് ചേച്ചി നിന്നാ മതി. എന്റെ അനിയനായി പോയില്ലയോ? സപ്പോർട്ട് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. എന്തായാലും പറഞ്ഞു. ചേച്ചി ഒരു കാര്യം ചേച്ചി ആ ഓടിന്റെ പുറത്ത് കയറിയത് ഞാൻ താഴെ നിൽക്കുവായിരുന്നു പറഞ്ഞാൽ മതി. എടാ, ഞാൻ എങ്ങനെയാണ് ഓടിന്റെ പുറത്ത്? നീ അല്ലേ ഓട് മാറുന്നത്? മാറുന്ന ഞാനാ. ചേച്ചി എനിക്ക് ചായം കൊണ്ട് ഓടിന്റെ പുറത്തോട്ട് കയറി വന്നെന്ന് പറഞ്ഞാൽ മതി. 56 വർഷം പഴക്കമുള്ള വീടാണ് ഇത്. 56 വർഷം പഴക്കം. അപ്പൊ ചേച്ചിയുടെ പ്രായമായി വീട് 46. എന്താ 46? എന്റെ വയസ്സ് ഞാൻ എപ്പോഴും കുറച്ചേ പറയും. അത്രയും പ്രായമുള്ള വീടില്ലേ? ചുമ്മാ നല്ല ഇത് ഇടിച്ചു പിടിഞ്ഞു വീട്. ഏതെങ്കിലും ഒരു എലി ആ ഉത്തരത്തെ കൂടെ ഫാമിലി ആയിട്ട് പോയായിരുന്നു അന്ന് ഇടിച്ചു പിടിച്ചതാണ് വീട്. ഇതിപ്പോ എന്റെ ഞാനൊരു നിമിത്തമായെന്ന് വിചാരിച്ചാൽ മതി. അങ്ങാരുടെ അച്ഛന്റെ ഓർമ്മകളെ നിൽക്കുന്ന വീടായത്. എടാ, അങ്ങാരെന്നും രാവിലെ കുളിച്ചൊരുങ്ങി വന്ന് അച്ഛന്റെ ഫോട്ടോയുടെ മുന്നിൽ തിരിയും കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചിട്ടേ വെളിയിൽ പോകാറുള്ളൂ. അറിയാമോ നിനക്ക്? ഈ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നു അച്ഛൻ മരിച്ചുപോയൊന്നുമല്ല. ഇവിടുത്തെ അച്ഛനും എൻ്റെ അളിയനും കൂടെ രാവിലെ തൊട്ട് വയ്യോളം ഈ തിണ്ണക്കിരുന്ന് ചീട്ട് കളിക്കും. കളിച്ച് ഈ അളിയനുണ്ടല്ലോ മൊത്തം കഴുതയാവും. ഈ കഴുതയാവുന്ന ദേഷ്യത്തിന് അച്ഛനെ പെങ്ങളെ വീട്ടിൽ കൊണ്ട് നിർത്തിയേക്കുക. അതിനായി സ്മരണ പറയുന്നത്. ഞങ്ങളുടെ കുടുംബമായിരുന്നു നീ പുറത്ത് പറയാൻ പോകുന്നത്. അതൊന്നും പറയുന്നതിനോട് ഞാൻ പറഞ്ഞല്ലോ. ദൈവമേ, എന്റെ കുടം കിടക്കുന്ന കിടപ്പ് കണ്ടോ? ആഹാ, കുടം പോയതാണോ ഈ വിഷയം? ഞാൻ പളനിക്ക് വന്നത്. അലുമിനിയത്തിന്റെ കുടം വേണോ? സ്റ്റീലിന്റെ കുടം വേണോ? എത്ര കുടം വേണേലും ചേച്ചിക്ക് ഞാൻ വാങ്ങിച്ചു. കുടത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. എടാ, കുടുംബശ്രീന്ന് ഒരു 2000 രൂപ ലോൺ കിട്ടിയായിരുന്നു. അത് ഞാൻ അരിക്കലത്തിനകത്ത് ഇട്ട് വെച്ചേക്കുമായിരുന്നു. അപ്പൊ എന്റെ തച്ച് ഓക്കെ ആയി. നിന്റെ തച്ച് നിന്റെ താടിക്കിട്ടൊരു തട്ടാ. ഞാൻ പോട്ടെ, ഞാൻ വീട് ഇത്ര നശിപ്പിച്ചിട്ട് നീ പോകാൻ നിൽക്കുവന്നു. എന്റെ ഭഗവാനെ, തോണ്ട വരുന്നുണ്ട്. എനിക്ക് പോയി. ഞാൻ പോട്ടെ ചേച്ചി. എന്റെ 4 കെട്ടിലെ അറപ്പുര മുറ്റത്ത് ഞാൻ എന്റെ മുറി കൂടെ പണിയിച്ചോട്ടെ. ഞാൻ എന്റെ മുറി കൂടി പണിയിച്ചോട്ടെ. അതാരാ എന്റെ ഹോയിൽ വേറൊരു ഹോ ഇട്ടത്? പിന്നെ ആരാ ഇവിടെ വിളിച്ചു വരുത്തിയത്? ഓട് മാറാൻ വന്നത്. അപ്പൊ ഞാൻ നടന്നു വന്ന് നേരെ പെരപ്പുറത്തോട്ടാണോ കേറിയത്? നീ എന്തിനാണ് ഈ വീടിന്റെ മേളിൽ കയറിയിരിക്കുന്നത്? നീ താഴെ ഓടെടുത്ത് കൊടുത്താ പോരായിരുന്നു. ഇവൻ മാറിയാനല്ലോ. നമ്മൾ വീടിന്റെ മേളിൽ കയറിയല്ല, പിന്നെ വീട് താഴോട്ട് വന്നതാ. ഞാനല്ല അവനോട് ചോദിക്കുന്നത്. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. എന്റെ വീട് എവിടെയാ?
ചെറിയൊരു ഓല വെച്ചാ തീരാവുന്ന പ്രശ്നത്തിനാണോടാ നീ എന്റെ വീട് പൊളിച്ചിട്ടേക്ക്? നിന്നോട് ആര് പറഞ്ഞതാ എന്റെ വീട് പൊളിക്കാൻ? അളിയാ ഞാൻ ഓട് പൊളിച്ചതാ. ഓട് പൊളിച്ചപ്പോ നീ വീട് പൊളിച്ചു. നിന്നോട് ഞാൻ പറഞ്ഞതാ പണിയുടെ ABCD അറിയാത്ത ഈ ക്ലാപ്പനെ വിളിക്കരുതെന്ന്. എന്റെ കൂട്ടുകാരൻ ശശിയെ വിളിക്കാനല്ലേ പറഞ്ഞത്? എന്റെ കൂട്ടുകാരൻ ശശിയെ വിളിക്കാൻ മതി. എന്നിട്ട് അപ്പ ഇവള് പറയാ ആങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ ഉണക്കമീനും ചെമ്മീനും കൊടുത്താൽ മതി, 2000 രൂപ ലാഭമല്ലേ എന്ന്. 2000 രൂപ ലാഭമല്ലേ? എന്നിട്ട് ഇപ്പൊ ഇവൻ എന്താണ് കാണിച്ചിട്ടേക്കുന്നത്? അയ്യോ. എന്റെ കിളപ്പാടം നശിപ്പിച്ചില്ലേടി? അളിയാ ഞാനിപ്പോ എന്താ ചെയ്യുന്നേ? എടാ ഒരു ഇഡ്ഡലിക്കുട്ട എടുത്തു വെച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളായിരുന്നു. ഇഡ്ഡലിക്കുട്ട എടുത്തു വെച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ള ഞാൻ അവരോട് ചോദിച്ച കാര്യം കേറി നിന്റെ അടുത്ത് പറയാൻ ആരാണ് ഈ പറഞ്ഞത്? എടാ നിന്റെ കൊടല് ഞാൻ എടുക്കും. അയ്യോ അണ്ണ ഒന്നും ചെയ്യില്ലെണ്ണ. എനിക്ക് വയ്യ. അണ്ണ വേണ്ടണ്ട. അണ്ണ നില്ലെണ്ണ വേണ്ടണ്ട. ആരെടി? നില്ലെണ്ണ വേണ്ടണ്ട. ആരെടി? അണ്ണ നില്ലെണ്ണ വേണ്ടണ്ട. അണ്ണ നില്ലെണ്ണ വേണ്ടണ്ട. നില്ലെണ്ണ വേണ്ടണ്ട. നില്ലെണ്ണ വേണ്ടണ്ട. നില്ലെണ്ണ വേണ്ടണ്ട. നില്ലെണ്ണ നില്ലെണ്ണ വേണ്ടണ്ട. നില്ലെണ്ണ വേണ്ടണ്ട. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. അവൾ കൊഞ്ചി കൊഞ്ചാന്നിങ്ങോട്ട് മാറണി. അളിയോ ആഹാ അയ്യോടാ കൊള്ളാമല്ലോ. അളിയൻ ഇവിടെ കിടന്ന് ബഹളം വെക്കേണ്ട കാര്യമൊന്നുമില്ല. പറയുമ്പോ എല്ലാം പറയണം. നിങ്ങളുടെ രണ്ടുപേരുടെയും കയ്യിലുണ്ട് തെറ്റ്. പെങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞു ഓട് മാറണമെന്ന് പറഞ്ഞു. ഏതോടാ മാറണ്ടെന്നുള്ള കാര്യം പെങ്ങൾ എന്നോട് പറഞ്ഞില്ല. ഈ അളിയൻ അറിയാമായിരുന്നെങ്കിൽ അളിയൻ ഒരു കാര്യം ചെയ്യണമായിരുന്നു. വേണി വെച്ച് കയറി മാറന്റെ ഓടിന്റെ പുറത്ത് ചോക്ക് വെച്ച് മാർക്കിട്ട് വെക്കണമായിരുന്നു. എന്ന് വെച്ചാ ഓട് +2 പരീക്ഷ എഴുതിയിട്ടിരിക്കുവാണ്. ഞാൻ ചെന്ന് മാർക്കിടാൻ നിനക്ക് പറയാനൊന്നും താമസം. ഇവന്റെ അണ്ണാക്കിന്ന് ഞാൻ ഇന്ന് പിരിവെട്ടിക്കും. നിന്റെ സ്വരപേടകം ഞാൻ പറിച്ചെടുക്കും. സ്വരപേടകം പറിച്ചെടുക്കൂടെ? അപ്പൊ നിനക്ക് അറിയാ എന്നെ. അളിയോ എന്താണ് വളിയോ എന്ന് വിളിച്ചു? അളിയാ ഞാൻ പറയുന്നു കേൾക്കാമോ? ഇല്ല എന്റെ പിടിവിട്ട് നോക്കി. എന്റെ അളിയാ ബാക്കി പറയണ എന്റെ കുട്ടി. ഇങ്ങനെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ അളിയാ പറയുന്നത്? അളിയ ഒരു കാര്യം, എന്റെ ദേഹത്ത് തുടരുന്ന ഞാൻ പറയട്ടെന്ന്. അളിയൻ പഞ്ചായത്ത് ഓഫീസിൽ ചെന്ന് ഒരു അപേക്ഷ കൊടുത്തിട്ട് പറയണം വീടിന്റെ അറ്റകുറ്റപ്പണിക്ക് ചില പൈസ തരാൻ. അവരനുവദിച്ചാൽ തരും അളിയാ. ഈ വീട് കാണിച്ച് ഓരോ മാസവും ഞാൻ പഞ്ചായത്തിൽ പോയി അറ്റകുറ്റപ്പണിക്ക് പൈസ മേടിക്കും. ആ കാശ് കൊണ്ടാണ് ഞാനും എന്റെ പെണ്ണുമ്പളെ ഇവിടെ സുഖമായിട്ട് ജീവിച്ച്. ഇനി ഞാൻ ഏത് വീട് ചൂണ്ടിക്കാണിച്ച് അറ്റകുറ്റപ്പണിക്ക് പൈസ മേടിക്കും? 1.5 വർഷമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ലീവിലാണ്. പെട്ടെന്ന് ചോദിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് ലീവിലാണ്. എന്തിനാന്ന് ചോദിച്ചത്? എന്തിനാന്ന്? എന്നെ പേടിച്ച് ഞാൻ അറ്റകുറ്റപ്പണിക്ക് പൈസക്ക് പോകും. എടി കുടുംബം മാത്രമല്ല കിടപ്പാടം നശിപ്പിച്ച് കളഞ്ഞല്ലോ ഇവൻ. നീ ഇങ്ങനെ അളിയൻ അങ്ങനെ പറയാം. പെങ്ങളെ ഇപ്പോഴും ഉണ്ടല്ലോ അളിയൻ എന്നെ വിശ്വാസമല്ല, എന്റെ കഴിവിലെ അളിയന് വിശ്വാസമല്ല. അതുകൊണ്ട് അളിയൻ ഇങ്ങനെ പറയുന്നത്. അളിയൻ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഒരുപാട് വീടിന്റെ ഓട് മാറിയിട്ടുണ്ട്. ഇതുപോലെ വീട് പൊളിച്ചു കളഞ്ഞിട്ട് ഓടി മാറിക്കാണും. അങ്ങനല്ല ഓടി മാറിയെന്ന് പറയും. അങ്ങനല്ല ഞാൻ പറഞ്ഞത്. ഒരുപാട് വീടിന്റെ ഓടിയും പട്ടിയും ഒക്കെ ഞാൻ മാറിയിട്ടുണ്ട്. പക്ഷെ ഈ വീട് മാത്രമേ ഇതുപോലെ നശിച്ച് നാരായണക്കല്ല് വെച്ചിട്ടുള്ളൂ. നശിച്ച് നാരായണക്കല്ല് ആദ്യം എന്റെ വീട് പൊളിച്ച് ഇപ്പൊ എന്റെ ക്യാരക്ടർ അടിച്ചു മാറ്റി ഷൈൻ ചെയ്യാൻ നോക്കുന്നു. ഇനി ഇവൻ വാ തുറന്നാൽ ഇവന്റെ വായിക്കാത്ത ഞാൻ പച്ചമണ്ണിടിച്ചേറ്റും. വായിക്കാത്ത പച്ചമണ്ണിടിച്ച് അളിയോ അളിയന് എന്റെ കൂടെ പഠിച്ച സുരേഷിനെ അറിയോ? അവിടെ പോയി പറ. സുരേഷിനെ അറിയാവോ? എന്റെ കൂടെ സുരേഷിനെ അറിയാം. വടക്കേലെ സുരേഷ് ആണെങ്കിലും പടിഞ്ഞാറെ അതിന് അറിയാമോന്ന് ഞാൻ ചോദിച്ചേ. സുരേഷിനെ അറിയാം. അറിയാമോ? അറിയാം. അവനിപ്പോ എവിടാ? അവനെവിടാന്ന് എനിക്കെങ്ങനെ അറിയാം? അവൻ എവിടാന്ന് പറ. എനിക്കെങ്ങനെ അറിയാം? അവൻ ദുബായില്. അവൻ ദുബായിൽ ചുമ്മാ പോയി നിൽക്കുന്നതല്ല. അവൻ ഷെയ്ഖിന്റെ അടുത്ത ആളാ. ഷെയ്ഖിന്റെ അടുത്ത മാസം അവൻ അവിടെ ഒരു മാള് പണിയാൻ തുടങ്ങുക ചേച്ചി. അതിന് തറക്കല്ലിടാൻ വിളിച്ചേക്കുന്ന ആരെയാ? എന്നെയാ. ആണോ? അയ്യോ അണ്ണോ, ഇവൻ പറയുന്നത് കേട്ടോ, ദുബായിൽ ഏതോ മാള് ഷെയ്ക്ക് കുടിക്കാൻ വിളിച്ചെന്ന്. നീ എവിടാ നിന്നത്? അവിടെ തന്നെ പോയി നിൽക്കും. ദുബായിലെ ഷേക്ക് മാള് കുടിക്കാൻ വിളിച്ചെന്ന്. ദുബായിലെ ഷേക്ക് മാള് കുടിക്കാൻ വിളിച്ചെന്ന്. ഒരോടിന്റെ വിടവ് പോലെ അടക്കാൻ അറിയാത്ത ഇവനെ ഏത് മാളിന്റെ തറക്കല്ലെടുക്കാനാ വിളിച്ച? ആ ഷേക്കിനെ എന്റെ കയ്യിൽ കിട്ടിയ ഇടിച്ചവന്റെ ബോൾട്ടാങ്കൽ ചേർക്കും. ഇടിച്ചവന്റെ അറിയത്തില്ല. അണ്ണ ഒന്ന് സമ്മാനപ്പെടണ്ട. എനിക്കിപ്പോ അതിനേക്കാളും വലിയൊരു കാര്യം ഉണ്ടെന്ന്. നമ്മൾ എങ്ങനെ ടൂർ പോവണ്ട? തൽക്കാലം ശശിയുടെ വീട്ടിലെങ്ങാനും പോ. പിള്ളേരും ഞാനും കൂടെ പറമ്പിൽ പോവാ. അയ്യോ ടൂറ് പോകുന്ന ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോ ഓരോന്ന് പറഞ്ഞോണ്ട് വരും ടൂറ്. ഒരു കാര്യം ചെയ്യും, പിള്ളേരും ചേച്ചിയും കൂടെ എന്റെ വീട്ടിൽ വന്ന് താമസിക്കുന്നത് എന്റെ തറവാട്ടിലോട്ട് വരണോ? അവിടോട്ട് വാ. അണ്ണ തറവാട്ടിൽ പോകാൻ വിളിച്ചിട്ടുണ്ടോ? നമുക്കെല്ലാം തറവാട്ടിൽ പോകാം. നമുക്ക് എല്ലാവരും കൂടെ പോവാം. തറവാട്ടിൽ പോയി താമസിക്കാം. അടങ്ങ്. അവൻ വീടാ പൊളിച്ചത്, നീ ഫ്ലോർ പൊളിക്കുന്നു.
സ്കൂളിൽ പോകുന്നിടത്ത് മൂത്ത കൊച്ചൻ എന്നോട് 3 തവണ പറഞ്ഞു എന്ത്? അമ്മച്ചി മച്ചിന് മോളിൽ ഇരിക്കുന്ന കിളിക്കൂടെ അടുത്ത് സൂക്ഷിച്ചു വെക്കണേ സൂക്ഷിച്ചു വെക്കണേ സൂക്ഷിച്ചു വെക്കണേ എന്ന്. ചേച്ചി അളിയൻ വിഷമിക്കണ്ട. കിളിക്കൂടി ഞാൻ ഭദ്രമാക്കി ഒരു സ്ഥലത്ത് സേവാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെ ഇരിക്കുന്നടി എടാ, ഒരു കിളിയുടെ വില പോലും എനിക്കില്ലടാ. കിളിയുടെ വില പോലും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഡയലോഗ് പറയുമ്പോ മൊത്തം പഠിച്ചിട്ട് പറയണം. ബാക്കി എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നിൽക്കാം. ഇത് പറയാനും ആയല്ലോ. വാങ്ങിച്ചോണ്ട് പോകുമ്പോ എല്ലാവർക്കും ഒരുപോലെ ഇല്ലേ കൊണ്ടുപോകും. ആഹാ ആഹാ, അത് ശരി. കളിച്ച് 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 എന്റെ നേരെ വന്ന് കളിക്കുന്നു. കളിച്ച് കളിച്ച് അണ്ണന്റെ നേരെ വന്നു. അണ്ണ ദേഷ്യപ്പെടല്ലേ? ദേഷ്യപ്പെട്ടു പോയി. ഇനി അണ്ണൻ ദേഷ്യപ്പെടാതിരിക്കുക. അങ്ങ് ഞാനൊരു കാര്യം പറയാം. പറയടി. ദേഷ്യം വന്നാലും ഒന്നും പറയല്ലേ. പറയത്തില്ലടി. അണ്ണാ നമുക്കേ ആ, ഈ അവസ്ഥയിൽ എന്റെ അച്ഛന്റെ അടുക്കലോട്ട് അങ്ങ് പോയാലോ? അതിനേക്കാളും നല്ലത് കവലയിലിരിക്കുന്ന പ്രതിഷ്ഠയെ പോയി കാണുന്നതാണ്. ഇവിടെ അച്ഛൻ ജീവിതത്തിൽ അയാൾ ഇന്ന് വരെ പണിക്ക് പോയി ഞാൻ കണ്ടിട്ടില്ല. സൂര്യൻ ഉദിക്കുമ്പോ പുള്ളി എഴുന്നേക്കും. പല്ല് പോലും തേക്കാതെ ഇവരുടെ വീടിന്റെ മുമ്പിൽ കുറെ തൊട്ടാവാടി നിപ്പുണ്ട്. തൊട്ടാവാടിയെ ചെന്ന് തൊടും. അപ്പൊ അത് തൊഴുത് കാണിക്കുന്ന എന്നിട്ട് ആ നാട്ടിൽ മൊത്തം പുള്ളി പറഞ്ഞ് നടക്കുന്ന എന്താ, തൊട്ടാവാടിക്ക് പോലും എന്നോട് ബഹുമാനമാണ്. അങ്ങനെ ഇരിക്കുന്ന നിന്റെ തന്തയെ പോയി കണ്ട ആള് തൊട്ടാവാടി പറിച്ചു തരും. തൊട്ടാവാടി ആ എടി, അച്ഛന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ വേറൊരു കാര്യം ഓർത്തത്. എന്തുവാ? എന്റെ അമ്മാവൻ എവിടെയാടി? അമ്മാവൻ എന്തിയെ? ഈ അമ്മാവൻ എന്തെന്ന് എന്താടി? ഞാൻ കഞ്ഞി എടുത്തു കൊടുത്തപ്പോ അമ്മാവൻ കഞ്ഞിയും കുടിച്ച് കട്ടിലേക്ക് കിടക്കുന്ന സമയത്ത് അവൻ ഓട് മാറാൻ വന്നത്. കിലോ മൂളലോ അല്ലെന്ന് ഇറക്കോ മൂളലോ വല്ല ഉണ്ടോ നമുക്ക് ഓട് പൊക്കി നോക്കാം. അണ്ണാ ഫോൺ എടുത്തൊന്ന് വിളിച്ചു ചോദിക്കാം. അഴിഞ്ഞു പോയോ? വിളിച്ചോ? ബെല്ലുണ്ട് ബെല്ലുണ്ട് ബെല്ലുണ്ടോ? ബെല്ല് ഉണ്ട്. എടുക്കുന്നില്ലയോ? നീ മിണ്ടിയാൽ നിന്റെ ഒരു സ്ഥാനം ഞാൻ പറിച്ചെടുക്കും. ചോദിക്കാൻ തോന്നുന്നു. കുറി ബെല്ലുണ്ട്. ബെല്ലുണ്ടോ? ബെല്ലുണ്ടെന്ന്. ബെല്ലുണ്ടോ? ആ, ഡിസ്പ്ലേ പൊട്ടിയില്ലേ ചേച്ചി? ഡിസ്പ്ലേ പൊട്ടിയില്ലെന്ന്. ഫോണിന്റെ എന്തൊക്കെ വിവരക്കാരാണ്. കാര്യം പറയാ. അണ്ണ ഒന്നും വിളിക്കണോ? എടുക്കുന്നില്ലടി കൊച്ചെ. ദൈവമേ, കയ്യേ രണ്ട് ഇനി ഉത്തരം വന്ന് വീട് കിടക്കുവന്നു. കയ്യ ഉത്തരം വന്ന് കിടക്കുവാണെങ്കിൽ ഫോൺ നാക്കുകൊണ്ട് നക്കിയെങ്കിലും അങ്ങേർക്കരുത്. എന്ത് കഷ്ടമാണ്. ഹലോ ഹലോ അമ്മാവാ. ഓ അമ്മാവൻ എവിടെ അമ്മാവാ? മോനെ, ഞാൻ ചായ കുടിച്ചോണ്ടിരിക്കുവാടാ. ഏതോ ഓടിന്റെ അടിയിലിരുന്ന് ആ മനുഷ്യൻ ചായ കുടിച്ചോണ്ടിരിക്കും. ഏതോടാന്ന് മാറ്റി നോക്കണേ. ഹലോ അമ്മാവാ, ഓട് ഓട്. ഞാനെന്തിനാ ഓടണം? ഞാൻ ശാന്തയുടെ വീട്ടിൽ സേഫാ. അപ്പൊ അമ്മാവൻ ഇവിടെ ഇല്ലായിരുന്നു. എടാ, ഞാൻ അവിടെ ഇരുന്നപ്പോളേ നിന്റെ അളിയൻ അവിടെ വന്നായിരുന്നു ഓട് മാറണമെന്ന് പറഞ്ഞു. അവൻ പൊക്കത്ത് കയറിയപ്പോഴേ ഞാൻ ഓടി മാറി. അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ഉണ്ടാക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അവൻ സേഫായി. അമ്മാവൻ എവിടെ ഉണ്ടല്ലേ? അമ്മാവൻ സേഫ് ആയതുകൊണ്ട് മാത്രം നിന്നെ വെറുതെ വിടുന്നു. സേഫ് ആയതുകൊണ്ട് മാത്രം നിന്നെ വിടുന്നു. എടാ, ഒരാഴ്ച സമയം ഞാൻ നിനക്ക് തരും. ഒരാഴ്ച സമയം ഞാൻ തരും. ആ ഒരാഴ്ചക്കുള്ളിൽ പൊളിഞ്ഞുപോയ പേര അതുപോലെ നീ കെട്ടി ഉണ്ടാക്കിയില്ലെങ്കിൽ ദൈവത്തിനാണ് നേര് സുശീല, എന്റെ സ്വഭാവം നീ അറിയും. എന്റെ സ്വഭാവം നീ അറിയും. ഒരു കാര്യം ചെയ്യാം. ഒരാഴ്ച കൊണ്ട് ഞാൻ എങ്ങനെയാലും ഈ വീട് ആരെയും വിളിച്ച് പണിതുണ്ടാക്കിക്കാം. ഈ ഒരാഴ്ച നിങ്ങൾ എവിടെ പോയി താമസിക്കും? ഞാനും അവളും ഭാര്യയും ഒക്കെ ആയിട്ട് ചെമ്പകശ്ശേരി തറവാട്ടിൽ പോയി താമസിക്കും. ആ, ചെമ്പകശ്ശേരി. അയ്യോ, അതെന്റെ വീടല്ലയോ? അതെ. അപ്പൊ ഞാൻ എവിടെ പോകും? നിനക്ക് ഞാൻ 3 ഓപ്ഷൻ തരും. എന്തുവാ? നിനക്ക് അതിൽ ഏറ്റവും ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ. ഓപ്ഷൻ നമ്പർ 1 ബാലു ജൂലേഴ്സ്. അതാകുമ്പോ ടൈലിട്ട കടത്തിന്റെ ഉണ്ട്. പട്ടിയും പൂച്ചയൊക്കെ കയറി കിടക്കുന്നേ ഉള്ളൂ. അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നോ. ഓപ്ഷൻ നമ്പർ 2 കിങ്ങിണി തുണിക്കട. അതെവിടാ? അതപ്പുറത്താ. മേളി റൂഫ് ചെയ്തിട്ടുണ്ട്. മഴ പെയ്യുന്ന കാര്യത്തിൽ പേടിക്കണ്ട. അവസാനത്തെ ഓപ്ഷൻ KKR ഗ്രാനൈറ്റ്സ്. ഇതിലേത് വേണം പറഞ്ഞോ? അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം. KKR ഗ്രാനൈറ്റ്സ് അത് ഫിക്സ് ചെയ്യാം. അതെന്താടാ? അതാകുമ്പോ ഗ്രാനൈറ്റാ കിടന്ന അപ്പൊ ഉറങ്ങിപ്പോവും. ഉറങ്ങിയില്ലെങ്കിൽ ഞാൻ വന്ന് നിന്നെ കാലേ വാരി അടിച്ചുറക്കും. അടിച്ചേ ഉറക്കും.